ഈ കാലം പ്രവാചകനെ പഠിക്കാൻ നമ്മോട് ഉപദേശിക്കുകയാണ്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ പ്രത്യേകിച്ച് പരിശുദ്ധമായി ഇസ്ലാമിനെ വികലപ്പെടുത്താൻ വേണ്ടി ആളുകളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പരിശുദ്ധമായ പ്രവാചകനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നിന്റെ ജീവിതത്തെയും അവിടുന്നിന്റെ വിവാഹത്തെയും അടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നാട്ടിൽ അധർമ്മത്തിന്റെ വിത്ത് വിതക്കാൻ കടന്നു വന്നവരാണെന്നും മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വൈവാഹിക ജീവിതത്തെ പോലും വികലമാക്കപ്പെടുന്ന മലീമസമാക്കപ്പെടുന്ന ആധുനിക യുഗത്തിൽ ഈ കാലഘട്ടം നമ്മളോട് ഉണർത്തുകയാണ്. ആരായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് കൃത്യമായിട്ട് പ്രവാചകനെ കുറിച്ച് അപവാദം പറയുന്ന, പ്രവാചകനെ സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുടെ മുമ്പിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പഠിച്ച് പ്രവാചകനെ മനസ്സിലാക്കി അവർക്ക് മുമ്പിൽ കൃത്യമായി പ്രവാചകനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിശ്വാസിയായ ഹൈന്ദവനോ ക്രൈസ്തവനോ ആയ നമ്മുടെ ഒരു സഹോദര മതസ്ഥ്യൻ ആരായിരുന്നു നിങ്ങളുടെ പ്രവാചകൻ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു പക്ഷെ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ സാദ്വര തീരങ്ങളിലേക്ക് കടന്നു വന്ന് പ്രവാചകന്റെ അനുയായികയാണ്, ഞാൻ പ്രവാചകനെ അംഗീകരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെയും ഞാനും നിങ്ങളും വീമ്പ് പറയുമ്പോഴും ആരായിരുന്നു പ്രവാചകനെന്നോ അവിടുന്നിന്റെ ജീവിതം എന്താണെന്നോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നബിയെ അറിയണമെന്ന, പ്രവാചകനെ അറിയണമെന്ന വലിയൊരു ശീർഷകത്തിന്റെ പിന്നിൽ കുറഞ്ഞ സമയം നാം ചർച്ച ചെയ്യുകയാണ്. ആരാണ് പ്രവാചകൻ? എന്താണ് പ്രവാചകൻ? എന്തായിരുന്നു പ്രവാചകൻ? എന്താകണം പ്രവാചകൻ? ഒരുപാട് വിഷയം നമുക്കിന്ന് ഏറെ വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്നതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചവരാണ്, സാക്ഷ്യപ്പെടുത്തിയവരാണ് നമ്മൾ. നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളുമെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാണെന്ന് കൃത്യമായി ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നാം. പക്ഷേ അള്ളാഹുവിനെ അംഗീകരിച്ചതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ വിശ്വാസം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ മനുഷ്യൻ ഉറപ്പിച്ചുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് വിശ്വാസിയായില്ല. എപ്പോഴാണ് ഒരു മനുഷ്യന് വിശ്വാസം, അവന്റെ വിശ്വാസം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയുടെ ചാരത്തിരുന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയുടെ ആദ്യ ഭാഗം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ആ കലിമയുടെ പൂർത്തീകരണമാണ് ഞാൻ സഹാബാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഇലാഹില്ലെന്ന് പറഞ്ഞ മനുഷ്യരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ അടിമയാണെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ എപ്പോഴാണോ സത്യവിശ്വാസി ഉറപ്പിക്കുന്നത്, ആ സമയത്താണ് നിന്റെ വിശ്വാസം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ
അള്ളാഹുവിന്റെ റസൂലിനെ അവിടെയാണ് അറിയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതൊക്കെയും ജീവിതത്തിൽ ചെയ്യുന്നവരാണ് നമ്മള്. പാടലറുക്ക ഹാശ്മിയ ജുമാ മസ്ജിദിന്റെ മിനാരത്തെ തഴുകി തലോടിയിട്ട് വെളിയിലേക്ക് നിറകളിക്കുന്ന ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് കടന്നു വരാൻ, വിജയത്തിലേക്ക് കടന്നു വരാൻ ഇവിടുത്തെ മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് വിളിക്കുമ്പോ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ നൗകയിലൂടെ കടന്നു പോയവനാവട്ടെ, ഏത് തിരക്കിലൂടെ കടന്നു പോയവനാവട്ടെ, തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് പരിശുദ്ധമായ മസ്ജിദിലേക്ക് ഓടി വരികയാണ്. കാരണം അല്ലാഹു പറഞ്ഞതാണ് കൃത്യമായി നിസ്കരിക്കണമെന്ന്. നിസ്കാരം മുടക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. അള്ളാഹു പറഞ്ഞതിനെ കൃത്യമായി അനുസരിക്കുന്നവര്, അള്ളാഹു പറഞ്ഞ കൃത്യമായ ഫർളായ കാര്യങ്ങളെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നവരാണ് നാം. അവിടെയാണ് അള്ളാഹുവിനെ അറിഞ്ഞ നമ്മള്, പരിശുദ്ധമായ ഖുർആൻ പഠിച്ച നമ്മള്, പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും അതിന്റെ പരിഭാഷ അടക്കം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുന്ന നാം ആ ഖുർആൻ പഠിക്കാനുള്ള അതേ ആഗ്രഹത്തോടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാൻ നമുക്ക് കഴിയണേ. ഖുർആൻ മാത്രം പഠിച്ചത് കൊണ്ടായില്ല, ഖുർആനിന്റെ ആശയങ്ങൾ മാത്രം നമ്മൾ പഠിച്ചത് കൊണ്ടായില്ല വാപ്പാ. ആ ഖുർആന് പഠിക്കാനും അത് മനനം ചെയ്യാനും ഇന്ന് നൂറുകണക്കിന് ഹാഫിളീങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ജില്ലയിലും ഓരോ മാസത്തിലും ഹാഫിളീങ്ങളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഖുർആൻ പഠിക്കാൻ താല്പര്യമാണ്, ഖുർആന്റെ ആശയങ്ങൾ പഠിക്കാൻ താല്പര്യമാണ്. ഉലമാക്കൾ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനാണോ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ താല്പര്യം കാണിച്ചത്, അതേ താല്പര്യത്തോടു കൂടി തന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കണേ, ഹബീബിനെ പഠിക്കണേ. കേവലം റബീഉൽ അവ്വലിന്റെ 1 മുതൽ 12 വരെ, അതല്ലെങ്കിൽ റബീഉൽ അവ്വൽ അവസാനിക്കുന്നതോടെ പ്രവാചക പ്രണയത്തിന്, പ്രവാചകനെ കുറിച്ച് പറയുന്നതിന്, പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നതിന് ഒരിക്കലും സത്യവിശ്വാസികളെ വിരാമം ഇട്ടുകൂടാ. അത് പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ബഹറാണ്, വായിച്ചാലും വായിച്ചാലും മതിവരാത്ത ചരിത്രങ്ങളാണ്, സ്നേഹമാണ്. അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ദുനിയാവിൽ എത്ര കഥകൾ നമ്മൾ വായിക്കാറുണ്ട്, എത്ര പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പലപ്പോഴും വായിച്ച പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് താല്പര്യമില്ല. എന്നെ ശ്രമിക്കാൻ ഇവിടെ കടന്നു വന്ന പാടലെടുക്ക മസ്ജിദിന്റെ ചാരത്തൊരുമിച്ചു കൂടിയ ഈ നൂറുകണക്കിന് ആളുകളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചുകൂടെ? ഹബീബായ പ്രവാചകന്റെ ഒരു ചരിത്രം ഒരു മനുഷ്യൻ ഒരിക്കൽ വായിച്ചുവോ, പിറ്റേ ദിവസം വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ വല്ലാഹി സുമ്മ വല്ലാഹി, ഓരോ ദിവസവും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുമ്പോ, ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ അനുഭൂതികൾ കടന്നു വരുന്ന അത്ഭുതത്തിന്റെ കലവറയാണ് പ്രവാചകന്, അത്ഭുതത്തിന്റെ കലവറയാണ്. പ്രവാചക പ്രേമികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇഷ്ക് നിറക്കുന്ന ജീവിതാനുഭവമാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പഠിക്കാതെ പോവല്ലേ, പ്രവാചകനെ അറിയാതെ പോവല്ലേ, പ്രവാചക ജീവിതത്തെ പറയാതെ പോവല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിക്കുന്നെന്ന് പറയുന്ന എന്റെ പാടലെടുക്കയിലെ പെങ്ങളോടാ പറയുന്നത്. ഹബീബായ പ്രവാചകനെ അറിയണമെന്ന തലക്കെട്ടിൽ ഞാനിവിടെ സംവദിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയത്തിലൂടെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ അറിയാതെ നിങ്ങൾ പോവരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പ്രവാചകൻ അല്ലാഹുവിന്റെ ദൗത്യവുമായിട്ട്
കൃത്യമായി രംഗപ്രവേശനം ചെയ്ത അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൂതനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പ്രവാചകനെ പഠിക്കാതെ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യനും മരിച്ചു പോയാ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, ആ മനുഷ്യനെ നരകത്തിന്റെ അന്തരാളങ്ങളിൽ പതിക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയുടെ ചാരത്തിരുന്ന സയ്യിദുനാ അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ശ്രദ്ധിക്കണേ വാപ്പാ, ശ്രദ്ധിക്കണേ പെങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളിൽ വെറുതെ 2 മണിക്കൂർ വയത് പറഞ്ഞു പോയിട്ട് അപരാരി എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ എനിക്കെന്റെ പ്രവാചകനെ പഠിക്കാൻ കഴിഞ്ഞെന്ന് നിങ്ങൾ മറ്റൊരാളോട് അഭിപ്രായം പറയാനല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളില് നിങ്ങളുടെ ചൂണ്ടാണി വിരൽ നിങ്ങളെ ഇളഞ്ചെഞ്ചിലേക്ക് ചൂണ്ടിയിട്ടല്ല എനിക്കെന്റെ ഹബീബിനെ പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയാൻ കഴിയുമാറ്. അങ്ങനെയാണ് പ്രവാചക പ്രകീർത്തനങ്ങൾ, അങ്ങനെയാണ് പ്രവാചക ജീവിതത്തെ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കാതെ പോവല്ല വാപ്പാ, അള്ളാഹുവിന്റെ റസൂലിനെ അറിയാതെ പോവല്ല പെങ്ങളെ. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ അറിയാതെ ഈ ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനും വിട പറഞ്ഞു പോയാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, ആ മനുഷ്യന്റെ വാസസ്ഥലം അത് നരകമാണെന്ന് പ്രവാചകന് അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയുടെ ചാരത്ത് അബൂ ഹുറൈറ തങ്ങൾ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ വിളിക്കുന്നുണ്ട്, അബൂ ഹുറൈറ വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദി വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദി ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയുൻ വലാ നസ്റാനിയുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അത് ക്രൈസ്തവനാവട്ടെ ജൂതനാവട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പില് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. ആമിനയുടെ മകനായി, അബ്ദുള്ളയുടെ മകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനു തന്ന അനുഗ്രഹമാണ് പ്രവാചകനെന്ന്. ഇങ്ങനൊരു പ്രവാചകൻ അസത്യത്തിന്റെയും അന്ധകാരവും നിബിഡമായിരുന്നൊരു കാലഘട്ടത്തില് സത്യത്തിന്റെയും സമസ്തയുടെയും സംസ്ഥാപനവുമായിട്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകനാണെന്ന് കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളായി ഗണിച്ചു പോയൊരു സമൂഹ മധ്യത്തിലേക്ക് ഇരുണ്ട യുഗമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഡാർക്ക് ഏജ് യുഗത്തില് സത്യത്തിന്റെയും സത്യത്തിന്റെയും സമത്വത്തിന്റെയും പടാപ്പാട് പാടിയ ഈ ലോകത്തേക്ക് കടന്നു വന്ന ലോകൈക ഗുരു അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്നൊരു പ്രവാചകന് ഈ ലോകത്ത് കടന്നു വന്നെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിട്ട് അവനാ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കാതെ, ആ പ്രവാചകനെ അറിയാതെ, ആ പ്രവാചകനെ വിശ്വസിക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് വഫാത്തായി പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് മരണപ്പെട്ടു പോയാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, ആ മനുഷ്യന്റെ വാസസ്ഥലം അത് നരകമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് പ്രവാചകനെ അറിയൽ നമുക്ക് നിർബന്ധമായത്, അവിടെയാണ് പ്രവാചകനെ നമുക്ക് പഠിക്കൽ നിർബന്ധമായത്. ഒരു മനുഷ്യൻ പോലും പ്രവാചകനെ പഠിക്കാതെ പോകാൻ പാടില്ല. കാരണം അള്ളാന്റെ റസൂലിനെ ഈ ലോകം പഠിക്കാതെ പോയത് കൊണ്ടാണ് ഈ ലോകത്തിലുള്ള ആളുകൾ പ്രവാചകനെ വിമർശിച്ചു കൊണ്ടേയിരുന്നത്. അസീസ് സ്വാഗത ഭാഷണം നടത്തിയപ്പോ ലോകത്തിൽ ഏറ്റവും നല്ല 100 ആളുകളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ചരിത്രകാരൻ, ക്രൈസ്തവ മതത്തെ അനുധാവനം ചെയ്യുന്ന
ക്രൈസ്തവകാരനായ ആ മനുഷ്യൻ തീരുമാനിച്ചത് 100 ആളുകളെ ഈ ചരിത്രത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആളുകളായിട്ട് തിരഞ്ഞെടുക്കുന്ന 100 ആളുകളുടെ ചരിത്രം. അദ്ദേഹം ചരിത്രങ്ങൾ പഠിച്ചു, വായിച്ചു, ചരിത്രങ്ങൾ മനസ്സിലാക്കി. അവസാനം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം എഴുതി വെച്ച പേര് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ്. കാരണം അതിനേക്കാൾ യോഗ്യനായ ഒരു പുരുഷൻ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല, ഇനി കടന്നു വരാനുമില്ല. അവിടെയാണ് അള്ളാഹിന്റെ റസൂലിനെ നമുക്ക് അറിയേണ്ടത്. വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചകനെ അറിയുന്നവർ ആ പ്രവാചക ജീവിതത്തെ അനുധാവനം ചെയ്യണം. കാരണം അത്രത്തോളം പവിത്രമാണ് പ്രവാചക ജീവിതം. പ്രവാചകൻ അള്ളാഹു അത്ഭുത സിദ്ധികളൊന്നും കൊടുത്തില്ല, ഒരു മുഅ്ജിസത്തും നൽകാതെ അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചാലും ശരി, അവിടുന്ന് നിന്റെ ജീവിതം തന്നെ പ്രവാചകത്വത്തിന് തെളിവാൻ പ്രത്യേകിച്ച് ഒരു അത്ഭുതവും കാണിക്കേണ്ടതില്ല. ഞാൻ പറയണ തിരിയണുണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. പോയാ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കും, അപ്പൊ ആൻസർ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? ആൻസർ പറയണം. പറയൂലേ? രാമായണം മൊത്തം കേട്ടിട്ട് സീതാരാമന്റെ ആരാന്ന് ചോദിക്കണ അവസ്ഥയാവരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അള്ളാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടായില്ല. ആയോ? ഒരു മനുഷ്യനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, ഇല്ലേ? അവിടെയാണ് പ്രവാചകനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കഥയില്ല. പ്രണയമെന്ന് പറയുന്നത് പ്രവാചക ജീവിതത്തിന്റെ അനുധാവനമാണ്. അവിടെയാണ് പ്രവാചകനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവാചകൻ വരണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവാചകനാവണം. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ഹെയർ കട്ടിങ്ങും നമ്മുടെ മംഗല്യവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പ്രവാചകനാവണം. പ്രവാചക പ്രണയമെന്ന് വാദോരാതെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ വൈവാഹിക വേദികളിൽ നമുക്ക് പ്രവാചകനെ കാണാൻ കഴിയണില്ല. ഉണ്ടോ? നമ്മുടെ ഹെയർ സ്റ്റൈലിൽ നമുക്ക് പ്രവാചകനെ കാണാൻ കഴിയണില്ല. നമ്മുടെ വസ്ത്രധാരണങ്ങളിൽ നമുക്ക് പ്രവാചകനെ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ കുടുംബ ദാമ്പത്തിക സാമ്പത്തിക മേഖലകളിൽ നമുക്ക് പ്രവാചകനെ കാണാൻ കഴിയണില്ല. നമുക്കുള്ള പ്രവാചകൻ റബീഉൽ അവ്വൽ 12 അവസാനിച്ചു. മുഷ്ടി ചുരുട്ടിയിട്ട് ആകാശത്തേക്ക് വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന നാമും റബീഉൽ അവ്വൽ 12 നമ്മുടെ പ്രവാചക പ്രണയത്തിന് വിരാമമിടുകയാണ്. അടുത്ത റബീഉൽ അവ്വലിൽ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതുവരെ ഉണ്ടായ സർവ്വതും മാറ്റിവെക്കലാണ്. അങ്ങനെയല്ല. പ്രവാചകനെ പ്രണയിക്കേണ്ടത് ഒരു കാലത്തിലേക്കല്ല. പ്രവാചകനെ പ്രണയിക്കേണ്ടത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തേക്കല്ല. പ്രവാചക പ്രണയം നാളെ അള്ളാഹുവിന്റെ സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക് ഹബീബായ പ്രവാചകന്റെ കൈപിടിച്ച് കടന്നു പോകുന്നത് വരെ അവസാനിക്കാത്ത പ്രണയമാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ളത്. കാരണം ആ പ്രണയം പ്രവാചക ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അവിടാണ് പ്രവാചകനെ അറിയേണ്ടത്. അവിടെയാണ് അള്ളാന്റെ റസൂലിനെ അറിയേണ്ടത്. കൃത്യമായിട്ട് പ്രവാചകനെ വിമർശിക്കുന്ന മനുഷ്യന്റെ മുമ്പിലും നമുക്ക് പറയണം, ആരാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയണം. പ്രവാചകനെ കുറിച്ച് മോശമായ കാർട്ടൂണുകൾ വരച്ച, പ്രവാചകനെ കുറിച്ച് മോശമായ ക്വസ്റ്റ്യനുകൾ അടക്കം കോളേജുകളിലെ എക്സാമുകൾക്ക് ചോദിച്ച പലരും ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് അവരൊന്നും അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കാൻ പോലും പഠിച്ചവരല്ല. ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഇടനാഴികളിലൂടെ കടന്നുപോയവരല്ല. വല്ലാഹി അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കാനെങ്കിലും ശത്രുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് പഠിക്കണം കേട്ടോ. വിമർശിക്കാനെങ്കിലും നിങ്ങൾ പ്രവാചകനെ പഠിക്കണം. അള്ളാഹിന്റെ റസൂലിനെ വിമർശിക്കാൻ പഠിച്ചവര് പോലും പ്രവാചക ജീവിതത്തില് അള്ളാഹുവിന്റെ റസൂലിനെ ഊരിപ്പിടിച്ച വാളുമായി തല കൊയ്തെടുക്കാൻ കടന്നു വന്നവര് പോലും അള്ളാഹുവിന്റെ റസൂലുമായി അടുത്ത ബന്ധം പുലർത്താൻ ഒരൊറ്റ സമയം അവർക്ക് ലഭിച്ചപ്പോ പ്രവാചകന്റെ റിസാലത്തിന്റെ കൈപിടിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടെയാണ് എൻ്റെ പാടലെടുക്കയിലെ ചെറുപ്പക്കാരോട് അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. വിമർശകരോട് പറയണം നിങ്ങൾ എൻ്റെ ഹബീബിനെ ഒന്ന് പഠിക്കാൻ, നിങ്ങൾ എൻ്റെ പ്രവാചകന്റെ ജീവിതത്തെ ഒന്ന് പഠിക്കാൻ പറയണം. ആരാണ് 14 മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ തല കൊയ്തെടുക്കാൻ കടന്നു വന്ന ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ച് തന്റെ വില്ലാടി വീരരെന്ന് ചരിത്രം വിശേഷിപ്പിച്ച അള്ളാഹുവേ രണ്ടാലു ഉമറിനെ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്ത അവസാനം വിശുദ്ധമായ ഖുർആനിന്റെ ഈരടികൾ തന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ ഇത് ദൈവിക മതമാണ്, അള്ളാഹുവിന്റെ റസൂല് കൃത്യമായ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉക്കാളച്ചന്തയിലെ താന്തോന്നിയായി ജീവിച്ച ഉമറുണ്ടല്ലോ, തന്റെ കത്തിയുടെ മൂർച്ച കൂട്ടാൻ മൂർച്ച നോക്കാൻ അവരന്റെ പള്ളക്ക് കത്തി കുത്തി ഇറക്കിയ ഏറ്റവും മോശമായ മലീമസമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഉമറിനെ അവസാനം പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് മഹാത്മാഗാന്ധിജി പോലും ലോകത്തിന്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഭരണം അത് ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്ടത്തോടന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. അള്ളാഹുവിന്റെ റസൂല് ശത്രുവിന് ശത്രുവല്ല, ശത്രുവിന് പോലും പ്രവാചകൻ മിത്രമായിരുന്നത്രേ. ഇങ്ങോട്ട് ആക്രമിക്കുന്നവരോട് അങ്ങോട്ട് ആക്രമിച്ചവനല്ല എന്റെ പ്രവാചകന്, യുദ്ധം ചെയ്യാൻ കൊതിയുള്ളവനല്ല പ്രവാചകന്, ഒരുപാട് ഭാര്യമാരെ വെച്ചു പുലർത്താൻ ഇഷ്ടമുള്ള ആളെന്റെ എന്റെ പ്രവാചകന്. എന്റെ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മാത്രം അംഗീകരിച്ചു ജീവിച്ചവരാണ്. അവിടുന്ന് നിന്റെ വാക്കുകൊണ്ട് അവിടുന്ന് സ്വന്തം ഇഷ്ടങ്ങൾ പറയാറില്ല. ഇൻഹുവ ഇല്ലാ വഹ്യു യുഹാ. ആകാശ ലോകത്തിന്റെ മേഘപാളികളെ കീറി മുറിച്ചിട്ട് ആകാശ ലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ദിവ്യബോധനമായിട്ട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ദിവ്യബോധനം കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂല് സംസാരിച്ചിട്ടില്ല. പ്രവാചകൻ ദൈവത്തിന്റെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മഹോന്നതനാണ്. കൃത്യമായിട്ട് നിങ്ങൾ പ്രവാചകനെ പഠിച്ചോ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കണം, അത് ഹൃദയത്തിന്റെ സമാധാനമാണ്. വിമർശകരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് കടന്നുവാ. വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കണം. ഇത് സമാധാനത്തിന്റെ മതമാണ്, ഇത് ശാന്തിയുടെ മതമാണ്, ഇത് സഹവർത്തിത്വത്തിന്റെ മതമാണ്, ഇത് സാഹോദര്യത്തിന്റെ മതമാണ്. ഇവിടെ കൊല്ലാനോ കൊല ചെയ്ത് കളയാനോ പ്രേരിപ്പിക്കലില്ല. പ്രവാചകൻ അങ്ങനെ ഒരു സന്ദേശം ഈ ലോകത്തിന്റെ മുമ്പ് കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സലാത്തുകള് നിങ്ങളുടെ നാവിലൂടെ പ്രവാചക പ്രണയത്തിന്റെ അനുരാഗികളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉള്ളിൽ നിന്ന് പ്രവാചകന്റെ സ്വലാത്തിന്റെ പേമാരി പാടലെടുക്കയുടെ അന്തരീക്ഷം മുഖരിതമാവട്ടെ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ അക്രമവും അരാജകത്വവും നടമാടിയ കാലഘട്ടത്തില് സത്യത്തിന്റെ സംസ്ഥാപകനെ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ സജീവമാകുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പ്രവാചകനോട് പറയുകയാണ്, നബിയെ അടുത്ത കുടുംബാദികളോട് പരിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തു നബിയെ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തു നബിയെ, മുന്നറിയിപ്പ് നൽകൂ നബിയെ. നരകത്തിന്റെ തീ
അഗ്നിജ്വാലയുണ്ടെന്ന് പറഞ്ഞ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജ്റ 6-ാം വർഷത്തില് പരിശുദ്ധമായ ഇസ്ലാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ ഈ മതത്തിനെ അറിയണം, നിങ്ങൾ വിശ്വസിക്കണം, പ്രവാചകനെ അംഗീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ 8ഓളം വരുന്ന മക്കയിലെയും മദീനയിലെയും ഗോത്രവർഗത്തിലെ പ്രമാണികളായ ആളുകളിലേക്ക് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് കത്തുകൾ അയക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കത്തുകള് ഓരോ രാജ്യത്തിന്റെയും തലവന്മാരിലേക്ക്, ഗോത്രത്തിന്റെ പ്രമാണിമാരിലേക്ക് കത്തുകൾ അയച്ചു. ആ കത്തുകളിൽ ഒന്ന് കിട്ടിയത് യമാമയുടെ ഭരണാധികാരിയായ സുമാമത്ത് ഇബ്നു ഉസരിന്റെ കയ്യിലാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത വെറുപ്പ് വെച്ച മനുഷ്യനാണ്. പ്രവാചകനെ തക്കം പാർത്തിരുന്നിട്ട് കയ്യിൽ കിട്ടിയാൽ തന്റെ വാളുകൊണ്ട് തല കൊയ്തെടുക്കാൻ കാത്തിരുന്ന സുമാമ അല്ലാഹുവിന്റെ റസൂലിന്റെ കത്ത് കയ്യിലേക്ക് കിട്ടുമ്പോ രണ്ടായിട്ട് കത്ത് വലിച്ച് കീറിക്കളഞ്ഞിട്ട് ആക്രോശിക്കുകയാണ്. മുഹമ്മദിന്റെ മതത്തെ ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല. ഈ ലോകത്ത് മുഹമ്മദിനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് മുഹമ്മദിന്റെ തല ഞാൻ അറുത്തെടുക്കുമെന്ന് ആക്രോശിച്ച യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ പാതിരാത്രി സമയങ്ങളിൽ പതിയിരുന്നിട്ട് കൊല്ലാൻ ആഗ്രഹിച്ച സുമാമ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുന്ന വഴിയില് ഹബീബായ പ്രവാചകനെ കാത്തിരിക്കുകയാണ് സുമാമ. എന്തിനാണെന്നറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിനെ കൈ കിട്ടിയാൽ തന്റെ വാളുകൊണ്ട് തല കൊയ്തെടുക്കാൻ പ്രവാചകന് പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയിലേക്ക് നടന്നു വരുന്ന വഴിയോരത്ത് സുമാമത്ത് ഇബ്നു ഉസൽ ഓടിപ്പിടിച്ച വാളുമായി പ്രവാചകനെ കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുന്ന വഴിയിലേക്ക് സുമാമ തന്റെ വാളെടുത്തിട്ട് ചാടി വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ വാളിന്റെ മുമ്പിൽ പെട്ടു. പെട്ടെന്നാണ് സുമാമയുടെ പിതൃവനോടി വന്നിട്ട് സുമാമയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട സുമാമ, വേണ്ട, മുഹമ്മദിനെ ഉപദ്രവിക്കരുതേ, മുഹമ്മദിനെ വെറുതെ വിടണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സഹായിക്കുകയാണ്. സുമാമയുടെ ദേഷ്യം തീർന്നില്ല വപ്പാ. എന്റെ പാടലെടുക്കയുടെ പെങ്ങളെ, സുമാമയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ദേഷ്യം തീർന്നില്ല. മുഹമ്മദിനെ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, മുഹമ്മദിന്റെ അനുയായികളെ ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ആ അനുയായികളുടെ തല കൊയ്തെടുക്കുമെന്ന് വിളിച്ചു പറഞ്ഞ സുമാമ സമയത്ത് നടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും സുമാമ പച്ചക്ക് കശാപ്പു ചെയ്തു. റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും സുമാമത്ത് ഇബ്നു ഉസൽ പച്ചക്ക് കശാപ്പു ചെയ്തു. അവസാനം ഒരു പാതിരാത്രി സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയിൽ ഇരിക്കുമ്പോ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരു തരത്തിലും സുമാമ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല നബിയേ. സഹാബത്തിൽപ്പെട്ട അവിടുന്ന് നിന്റെ അനുചരന്മാരെയും പലരും നബിയേ സുമാമ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു യാ റസൂലല്ലാഹ്. സുമാമത്ത് ഇബ്നു ഉസലിനെ കുറിച്ച് പ്രവാചകന്റെ മുമ്പ് സഹാബത്ത് അവലാതി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ, സുമാമയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളഞ്ഞേക്ക് സഹാബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും പച്ചക്കറുത്ത് കളഞ്ഞ സുമാമ ഹബീബായ പ്രവാചകന്റെ സഹാബത്ത് പാതിരാത്രി തന്റെ ഊരിപ്പിടിച്ച വാളുമായി സുമാമയെ അന്വേഷിച്ചു നടക്കുന്നു. ഇതൊന്നും അറിയാതെ സുമാമ പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് ജാഹിലിയ്യത്തിന്റെ ഉംറ ചെയ്യാൻ പുറപ്പെടുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സുമാമയതാ പാതിരാത്രി ജാഹിലിയ്യത്തിന്റെ ഉംറയ്ക്ക് വേണ്ടി പരിശുദ്ധമായ കഅബയിലേക്ക് പുറപ്പെട്ടപ്പോ ഏതോ ചതിയിൽപ്പെട്ടിട്ട് സുമാമ ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുമ്പോ
അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട രണ്ടുപേര്, അവർക്ക് സുമാമയെ പരിചയമില്ല. ശത്രുവാണോ മിത്രമാണോ എന്നറിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തു സുമാമയെ കയ്യിലിരുന്ന ഈത്തപ്പന നാരുകൾ കൊണ്ട് കെട്ടിയിട്ട് പരിശുദ്ധമായ മദീനയുടെ മുമ്പ് കൊണ്ടിട്ടൊരു തൂണിൽ ബന്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് വൈകുന്നേരം കടന്നു വരട്ടെ, പ്രവാചകൻ കടന്നു വരട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ ഇവൻ ശത്രുവാണോ മിത്രമാണോന്ന്. അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കയ്യിൽ കിട്ടിയ അപരിചിതനായ മനുഷ്യനെ തൂക്കിയെടുത്തിട്ട് പരിശുദ്ധമായ മദീനത്തുൻ നബവിയുടെ മുമ്പിൽ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. പരിശുദ്ധരായ പ്രവാചകന് വൈകുന്നേരം കടന്നു വരുമ്പോ ആരെയാണ് സഹാബത്ത് മദീനയുടെ തൂണിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്? യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസല. അല്ലാഹുവിന്റെ റസൂല് സുമാമയുടെ മുഖത്ത് നോക്കി. സുമാമയോട് പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല. സഹാബാ, നിങ്ങൾ ഈ ഈത്തപ്പനയുടെ നാര് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ? സഹാബത്ത് പറഞ്ഞു, നബിയേ, പാതിരാത്രി സമയത്ത് അപരിചിതനായ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കണ്ടുകിട്ടിയതാണ് നബിയേ. ആ മനുഷ്യന്റെ സംസാരത്തിനും പ്രകൃതിയിലും ഞങ്ങൾക്കൊരൽപ്പം പന്തികേട് തോന്നി. ശത്രുവാണോ മിത്രമാണോ എന്നറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സഹാബാ, ഈ മനുഷ്യനാണ് യമാമ ഗോത്രത്തിന്റെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസല. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ സഹാബത്ത് ഞെട്ടിത്തരിച്ചു പോയി. കയ്യിൽ കിട്ടിയാൽ വാളുകൊണ്ട് തല മുറിച്ചെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച സുമാമ അതാ പ്രവാചകന്റെ മുമ്പിലാണ്. സുമാമ ആയുധങ്ങളില്ല, തന്റെ പരിവാരങ്ങളില്ല, ഒറ്റപ്പെട്ടു സുമാമ പരിശുദ്ധ മദീനത്തുൻ നബവിയുടെ മുമ്പിലാണ്. സുമാമക്കറിയാം ഉമറിന്റെ ദേഷ്യം, സുമാമക്കറിയാം അബൂബക്കറിനെ. ഇസ്ലാമിന്റെ പോർക്കളത്തിൽ വാളുകൊണ്ട് വാസ്തരീകത കാണിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇസ്ലാമിന്റെ പുലിക്കുട്ടികളെ കുറിച്ച് സുമാമക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകാൻ കഴിയുമെന്ന് സുമാമക്ക് ഉറപ്പില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, ഈ മനുഷ്യനോട് മോശമായിട്ടൊന്നും നിങ്ങൾ പെരുമാറരുതേ. സഹാബത്തിനെ കൊന്നുകളഞ്ഞ മനുഷ്യൻ, പ്രവാചകനെ കൊല്ലാൻ വാളെടുത്ത മനുഷ്യൻ തന്റെ മുമ്പിൽ വന്നപ്പോ പ്രവാചകൻ പറഞ്ഞത്, സഹാബാ, ഈ മനുഷ്യനോട് മോശമായ വർത്തമാനങ്ങൾ പറയല്ലേ, ഇദ്ദേഹത്തോട് നിങ്ങൾ മാന്യമായിട്ട് ഇടപഴകണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂല് രണ്ടാളുകളെ വീട്ടിലേക്ക് അയക്കുകയാണ്. ഭാര്യമാരോട് പറഞ്ഞത്രേ, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, ആ മനുഷ്യന് നല്ല ഭക്ഷണം കൊടുക്കണം. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തെ കറന്നിട്ട് രണ്ടു നേരം സുമാമത്ത് മനസ്സിൽ പാല്. കൊല്ലാമെന്ന മനുഷ്യന്, കൊല്ലണമെന്ന് പറഞ്ഞ മനുഷ്യന് ഒരു മനുഷ്യനെ മുന്നിൽ കിട്ടിയപ്പോ അവന്റെ അംഗബലമില്ല, ആയുധബലമില്ല, നിരുപാധികമാ മനുഷ്യന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് 3 ദിവസമാണ് സുമാമത്ത് മനസ്സിന് നല്ല ഭക്ഷണം കൊടുത്തത്. 3ാമത്തെ ദിവസമാണ് പ്രവാചകൻ തങ്ങള് സുമാമയോട് സംസാരിക്കുന്നത്. സുമാമ, അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസം സൽക്കരിച്ചിട്ട് അവസാനം സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. മാതാ ഇൻദകയാ സുമാമാ, സുമാമാ, നിന്റെ വിശേഷം എന്താണ്? പ്രവാചകൻ ചോദിക്കുന്നു, സുമാമ, നിന്റെ വിശേഷം എന്താണ് സുമാമ? സുമാമ പറയുകയാണ്, ഇന്ദിയാ മുഹമ്മദുൻ ഖൈർ, മുഹമ്മദേ, എനിക്ക് സന്തോഷമാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നീ ഇന്ന് എന്നെ കൊന്നുകളയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞത്, നബിയേ മുഹമ്മദേ, നീ എന്നെ കൊല്ലാനാണ് ഉത്തരവിടുന്നതെങ്കിൽ കൊല്ലപ്പെടാൻ ഞാൻ ഏറ്റവും അർഹനാ മുഹമ്മദേ. കാരണം നിന്റെ അനുയായികളിൽപ്പെട്ട ആളുകളെ ഞാൻ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. നീ എന്നെ കൊല്ലാൻ ഉത്തരവിട്ടാൽ കൊല്ലപ്പെടാൻ ഞാൻ അർഹനാണ്.
അല്ലാഹുവിന്റെ റസൂലിനോട് സുമാമ തുടരുകയാണ്, മുഹമ്മദേ, സമ്പത്താണോ നിനക്ക് വേണ്ടത്? എന്നെ വെറുതെ വിട്ടാ നിന്നോട് നന്ദിയുള്ളവനാണ് ഞാന്. സമ്പത്ത് വേണോ നിനക്ക്? സമ്പത്ത് തരാം. അല്ലാഹുവിന്റെ റസൂല് ഒന്നും മറുപടി കൊടുക്കാതെ ഒന്നാമത്തെ ദിവസം പ്രവാചകൻ മടങ്ങിപ്പോവുകയാ. രണ്ടാമത്തെ ദിവസം പ്രവാചകൻ കടന്നു വന്നിട്ട് അതേ ചോദ്യം ചോദിക്കുന്നു, മാതാ സുമാമാ, എന്തേ സുമാമാ നിന്റെ വിശേഷങ്ങള്? രണ്ടാമത്തെ ദിവസവും സുമാമയുടെ മറുപടി അത് തന്നെയാണ്, നീ എന്നെ കൊല്ലാനാണ് വിധിക്കുന്നതെങ്കിൽ കൊല്ലപ്പെടാൻ അർഹനാണ്. എന്നെ വെറുതെ വിട്ടാ നന്ദിയുള്ളവനാണ്. സമ്പത്ത് വേണോ? കോടാനുകോടി എന്റെ കയ്യിലുണ്ട്, തരാ മുഹമ്മദേ. രണ്ടാമത്തെ ദിവസവും പ്രവാചകം തിരിച്ചുപോയി. മൂന്നാമത്തെ ദിവസവും പ്രവാചകന് കടന്നു വന്നു, മാതാ ഇൻദകയാ സുമാമാ. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം അത് തന്നെ, സുമാമയുടെ മറുപടിയും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, സുമാമയുടെ കൈകാലുകളിലെ കെട്ടുകൾ നിങ്ങൾ അഴിക്കണേ. എവിടെയാണോ, എവിടെ നിന്നാണോ സുമാമ കടന്നു വന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ സുമാമ കടന്നു പൊക്കോട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സുമാമയെ നിരുപാധികം വിട്ടയക്കുകയാണ്. തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടു സുമാമ മെല്ലെ സഞ്ചരിച്ചു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായി ജന്നത്തുൽ ബഖീയുടെ ചാരത്തെത്തുമ്പോ സുമാമയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹിദായത്തിന്റെ കുളിർക്കാറ്റ് വീശുകയാ. സുമാമ തന്റെ ഒട്ടകത്തിൽ നിന്ന് താഴേക്കിറങ്ങി. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള, അല്ലാഹുവേ, ആ ജന്നത്തുൽ ബഖീയുടെ ചാരത്തുള്ള അരുവിയിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ കൈകാലുകൾ ശുദ്ധി വരുത്തുകയാണ്. എല്ലാ അംഗസ്നാനവും വരുത്തിയിട്ട് സുമാമയദാ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ മദീനയെ ലക്ഷ്യം വെച്ചിട്ട് നടക്കുകയാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മദീനത്തുൻ നബവിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന ഇസ്ലാമിന്റെ മുത്തുമണികൾ പുറക്കിയെടുക്കാൻ കാതോർത്തിരുന്ന സഹാബത്തിന്റെ മുമ്പിലേക്ക് അതാ കടന്നു വരുന്നു സുമാമത്ത് ബനു സല. കടന്നു വന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. സുമാമ വിളിച്ചു പറയുന്ന സന്തോഷത്തില്, മുഹമ്മദേ മുഹമ്മദേ മുഹമ്മദേ, നിന്റെ റബ്ബിനെ ഞാൻ വിശ്വസിക്കുകയാണ്, നിന്റെ പ്രവാചകത്വത്തെ ഞാൻ അംഗീകരിക്കുകയാ. മദീനയുടെ ചുറ്റും കൂടിയ സഹാബത്ത് അത്ഭുതപ്പെട്ടു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് സുമാമത്ത് ബനു സല, ഉറക്കപ്പറ സുമാമത്ത് ബനു സല റളിയല്ലാഹു അൻഹു. അതുവരെ പ്രവാചകനെ കണ്ടാൽ കൊല്ലാമെന്ന മനുഷ്യൻ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഇടപെടലുകൾ കണ്ടപ്പോ സുമാമയുടെ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വാതായനങ്ങള് അല്ലാഹു തുറന്നു കൊടുത്തു. വാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് മുസ്ലിമായ സുമാമ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ മുസ്ലിമായി ശരി തന്നെയാണ്, പക്ഷേ ഞാൻ അവിടെ നിന്റെ അനുചരന്മാരിൽ പെട്ട പലരെയും കശാപ്പ് ചെയ്തിട്ടുണ്ട് നബിയേ. എന്താണ് എന്റെ ശിക്ഷ എന്ന് വിധിച്ചു, ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് സുമാമ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ പ്രവാചകൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സുമാമ, ജാഹിലിയ്യത്തിൽ സംഭവിച്ചു പോയ തെറ്റുകള് ഈ പരിശുദ്ധ കിലിമയിലൂടെ കടന്നു വന്നപ്പോ അല്ലാഹു നിനക്ക് പുറത്തു തന്നു സുമാമാ. സുമാമക്ക് സന്തോഷമായി, നബിയേ, ഞാൻ ഉംറക്ക് പോകുന്ന സമയത്താണ് ശത്രുക്കൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് നബിയേ.
എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് സുമാമത്ത് ബിൻ ഉസലിന്റെ മറുപടിയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് അള്ളാന്റെ റസൂല് ജാഹിലിയ്യത്തിന്റെ ഉംറയല്ല നിർവഹിക്കേണ്ടത്, കൃത്യമായിട്ട് ഉംറ പ്രവാചകന് സുമാമത്ത് ബിൻ ഉസൽ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. സുമാമ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതാ പുറപ്പെട്ടിട്ട് കഅബയുടെ മട്ടുപ്പാവിലെത്തിയപ്പോ ഉറക്കെ വിളിച്ചു പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. തൽബിയത്തിന്റെ മന്ത്രോച്ചാരണം ഉച്ചരിച്ചിട്ട് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മട്ടുപ്പാവില് ആദ്യത്തിൽ കടന്ന സ്വഹാബിയാണ് സയ്യിദുനാ സുമാമത്ത് ഇബ്നു ഉസൽ റളിയല്ലാഹു അൻഹു. ഒരു സെക്കൻഡ് സമയം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ സമയം കിട്ടിയപ്പോ അള്ളാഹിന്റെ റസൂലിനെ അടുത്തറിയുകയാണ്. ഇവിടെ ഹബീബായ പ്രവാചകനെ വിമർശിക്കുന്ന വിമർശകരോട് നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ അടുത്തറിയണം അല്ലേ? നിങ്ങൾ അള്ളാന്റെ റസൂലിനെ അടുത്തറിയണം. ഒരാളെയും നിങ്ങൾ വിദൂരത്ത് നിന്നിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ വിമർശിക്കരുത്. ഒരു മനുഷ്യനെയും നിങ്ങൾ അങ്ങനെ വിമർശിക്കരുത്. ഇയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ വിമർശിക്കരുത്. ഒരു മനുഷ്യനെ നിങ്ങൾ അടുത്തിടപഴകണം. ഒരു മനുഷ്യനെ നിങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ടാണ് നിങ്ങൾ വിമർശിക്കേണ്ടത്. വെറുതെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശൈശവത്തില് പ്രവാചകന്റെ വികാരം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോ മുഹമ്മദ് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വൈവാഹിക ജീവിതത്തെ പോലും മലീമസമാക്കപ്പെടുന്ന ആധുനിക ലോകത്തിന്റെ നമ്രൂദുമാരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ നിങ്ങൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അതാ കാലത്തിന്റെ അനുസൃതമായിട്ടുള്ള ജീവിത ശൈലിയാണ്. പ്രവാചകനെ വിമർശിച്ചവരുണ്ട്, കൊല്ലാൻ തക്കം പാർത്തിരുന്നവരുണ്ട്, പ്രവാചകനെ അപായപ്പെടുത്താൻ കൂട്ടുനിന്നവരുണ്ട്, യോഗം കൂടിയവരുണ്ട്. ഉത്തുബത്തും സീബത്തും വലീദും മുഗീറും അടക്കം, അബൂജഹലും അബൂലഹബും അടക്കം ഇസ്ലാമിന്റെ ബദ്ധവൈരികളിൽപ്പെട്ട മുഴുവൻ ആളുകളും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല 6 വയസ്സുള്ള ആയിഷയെ കെട്ടിയ മുഹമ്മദ് എന്ന് പ്രവാചകനെ അവഹേളിച്ചിട്ടില്ല. അവിടല്ലേ നിങ്ങൾ ചരിത്രം പഠിക്കേണ്ടത്. അങ്ങനെ പ്രവാചകനെ അക്കാലത്തിൽ അവഹേളിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അവഹേളിക്കേണ്ടത് ആരാണ്? അവരല്ലേ? ഞാൻ പറയണത് തിരിയണോ? അവരല്ലേ? പോസ്റ്ററും പ്ലക്കാർഡുകളും ഒക്കെ ഇറക്കേണ്ടത് അവരല്ലേ? ആ കാലഘട്ടത്തിൽ ആ കാലത്തിനനുസൃതമായിട്ടുള്ള രീതിയാണത്. അങ്ങനെങ്കിൽ ആദ്യത്തെ കേസ് കൊടുക്കേണ്ടത് ആയിഷ റളിയല്ലാഹു തആല അല്ലേ? അല്ലേ? ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് പരാതിയില്ല. ആ നാട്ടിൽ ജീവിച്ച ഒരു ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും പരാതിയില്ല. എന്താ ഈ ആധുനിക ലോകം പ്രവാചകനെ മലിനമായി ചിത്രീകരിക്കാൻ, മോശക്കാരനായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലോക്കൽ മതമല്ല. ഇത് അള്ളാഹുവിന്റെ മതമാണ്. നമ്മൾ ആരും ഈ ലോകത്ത് മുസ്ലിം ആയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ മതം, പരിശുദ്ധ ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാം തന്നെയാണ്. അതിന് മറ്റ് അർത്ഥതലങ്ങളിലേക്ക് കടന്നുപോയിട്ട് ദീൻ എന്നതിന്റെ മലയാളം കൂടെ കൊടുത്താൽ ഏറ്റവും നന്നായിരുന്നുവെന്ന് ഇന്നലെയോ മിനിങ്ങാന്നോ ഒരു പാട്ടുകാരന്റെ ഒരു പ്രോഗ്രാമിന്റെ പ്രസംഗം കേട്ടു. കലയും സാഹിത്യവും എല്ലാം എല്ലാത്തിനോടും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലൂടെ പോകണമെന്നാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന. അള്ളാഹുവിനെ പറയുമ്പോ ദൈവമെന്നും ഇസ്ലാമിനെ പറയുമ്പോ അതൊരു മാർഗമാണെന്നും ഒരു വഴിയാണെന്നും ഒക്കെ വികലമാക്കപ്പെടുന്ന ചില സംസാരങ്ങൾ കേട്ടു. സർവ്വമതത്തിന്റെ ആളുകളോടൊപ്പം കൂടി ഇസ്ലാമിനെ മറ്റൊരു രീതിയിലേക്ക് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാം തന്നെയാണ് എന്ന് തന്നെയാണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞത്. അവിടെ ഇസ്ലാം എന്നതിന് വഴിയെന്നോ മാർഗമെന്നോ ഒന്നും നിങ്ങൾ അവിടെ വിശദീകരണം കൊടുക്കേണ്ടതില്ല. അത് എല്ലാത്തിനേക്കാൾ മുഖ്യം അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാം തന്നെയാണ്. അതിനകത്ത് ചർച്ചയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അള്ളാഹു എക്കാലത്തും നിലനിർത്തുന്ന മതമാണ്.
ഏത് ശത്രുക്കൾ ഇതിനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രഭയെ ഊതിക്കെടുത്താൻ വിചാരിച്ചാലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനെ കെടുത്താൻ ശ്രമിച്ചാൽ അല്ലാഹു ഇതിനെ 10 മടങ്ങ് ശക്തിയോടുകൂടി പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ശത്രുക്കള് കടന്നു വരുമ്പോഴാണ് ഇസ്ലാമിന്റെ പവർ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നത്. നമ്മൾ വിചാരിക്കും ഇസ്ലാമിൽ നിന്ന് 1-2 ആളുകൾ പൗരത്വവും അതുപോലുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോ കുറെ രാമസിംഹന്മാരും മറ്റ് ഇതര പേരുകൾ സ്വീകരിച്ച ആളുകളൊക്കെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയപ്പോൾ നമ്മൾ വിചാരിച്ച അല്ലാഹുവേ പൗരത്വത്തിന്റെ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഇസ്ലാമിൽ ഒറ്റ ഒരാളും കാണൂലല്ലോ. അങ്ങനെ ഭയമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടോ? അള്ളാഹു കൊടുക്കുന്ന ഹിദായത്തിന്റെ വാതായനങ്ങള് അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് മുസ്ലിമായി ജീവിച്ചു എന്നുള്ളത് തന്നെ ഒരു അഡ്രസ്സാണ്. മുസ്ലിമാണ് എന്ന് പറയുന്ന അനുസരണയുള്ള ഒരു അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് തന്നെ അഡ്രസ്സാണ്. അത് അല്ലാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കുന്നതല്ല. നമുക്കിഷ്ടപ്പെട്ടവരൊക്കെ ദീനിൽ നിൽക്കണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അള്ളാഹു തീരുമാനിച്ചവർക്കാണ് അള്ളാഹു ഹിദായത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നത്. അങ്ങനെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറെ ഇഷ്ടപ്പെട്ടവർ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അല്ല പറഞ്ഞത്, നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്നവർക്കല്ല ഹിദായത്ത് കൊടുക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് നാം പഠിക്കേണ്ടത്. വിമർശിച്ചുകൊണ്ടേയിരിക്കും. വിമർശനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രവാചകനെ പറയുമ്പോ ആരടാ പറഞ്ഞ എന്നല്ല, 14 മുമ്പ് പോലും വലീദ് ഇബ്നു മുഗീറ അടക്കമുള്ളവര് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായ വാക്കുകളും കാർട്ടൂണുകളും ഒക്കെ രചിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും ഖുർആൻ പ്രവാചകന് സമാശ്വാസത്തിന്റെ വാക്കുമായി പെയ്തിറങ്ങിയിട്ട് ഖുർആൻ പറഞ്ഞത്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ നബിയേ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമയാണങ്ങ്. ആ സൂറത്ത് ഇങ്ങനെ അവസാനിക്കുന്ന ഇടയിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അവഹേളിച്ചവരോട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ മോശക്കാരനാക്കിയ മനുഷ്യരോട് പറയണം, അങ്ങല്ല മോശക്കാരൻ. ആരാണോ പ്രവാചകനെ അവഹേളിച്ചത് അവൻ അഡ്രസ് ഇല്ലാത്തവനാണ്, പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ പിതാവില്ലാത്ത ജാരസന്തതിയാണ് അവനെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ ഖുർആന്റെ ആയത്തിറങ്ങി, ഏറ്റവും നല്ല ശ്രേഷ്ഠ സ്വഭാവക്കാരൻ അങ്ങ് തന്നെയാണ് നബിയേ. നമുക്കവിടെയാണ് പ്രവാചകനോട് തുല്യം. പ്രവാചക ജീവിതത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് മുഅ്ജിസത്തുകൾ നൽകിയില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെയും മാതൃകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആ ലോകത്തിന്റെ ജനങ്ങൾ മുഴുവനും ഇഷ്ടപ്പെട്ടത്, ആ ജനത മുഴുവനും സ്വീകരിച്ചത്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ പാതിരാത്രി സമയത്ത് പോലും പിരിയാൻ ഇഷ്ടമില്ലാത്ത സഹാബത്ത്, പ്രവാചകന്റെ വാക്കുകൾ ഓരോന്നും തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച സഹാബത്ത്, എന്താണ് പ്രവാചകൻ എന്ന് പറയുന്നതെന്ന് കേൾക്കാൻ പരിശുദ്ധമായ മദീനയുടെ മിമ്പറിന്റെ ചാരെ ഒരുമിച്ച് കൂടിയ സഹാബ, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ ഞങ്ങളോട് പറയുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ആഗ്രഹത്തോടെ ജിജ്ഞാസയോടെ കടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബ പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്ന സഹാബ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പ്രവാചകൻ ഒരിക്കലും ചോദിച്ച, അബൂബക്കറേ, ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ അബൂബക്കറേ? അബൂബക്കർ തങ്ങൾ ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച
പ്രവാചകന്റെ ജീവിതത്തില് സമാശ്വാസമായി നിലകൊണ്ട ഗാറു സൗറിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ കടന്നു വന്ന മുശ്രിക്കീങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന് രക്ഷയുടെ കവചം തീർത്ത ഉറക്കപ്പുറ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിനെ അത്രമേൽ ഇഷ്ടപ്പെട്ട, പ്രവാചകൻ അത്രമേൽ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയ, അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഗാറു തൗറിൽ ഹബീബായ പ്രവാചകരെ കടന്നു വരുന്നതിന് മുമ്പേ നബിയേ ഒരല്പസമയം അങ്ങൊന്നു നിൽക്കണേ നബിയേ, ഞാൻ ആ ഗുഹക്കുള്ളിലൊന്നും കയറട്ടെ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗാറു തൗറിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഗുഹയുടെ ഉൾത്തടങ്ങളെല്ലാം വൃത്തിയാക്കുകയാണ്. പൊത്തുകളും പഴുതുകളും എല്ലാം തന്റെ വസ്ത്രം കീറിയെടുത്തിട്ട് അബൂബക്കർ അടയ്ക്കുകയാണ്. ഒരൊറ്റ പൊത്തു മാത്രം അടക്കാൻ, ഒരു ദ്വാരം മാത്രം അടക്കാൻ അബൂബക്കറിന്റെ കയ്യിലൊന്നും അവശേഷിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനെ മെല്ലെ അകത്തേക്ക് വിളിക്കുകയാണ്. ശത്രു ഓടിപ്പിടിച്ച വാളുമായി പ്രവാചകന്റെ തല കൊയ്തെടുക്കാൻ കടന്നു വരികയാണ്. അബൂബക്കറിന്റെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് രക്ഷപ്പെടുകയാണ്. ശത്രുവിന്റെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ പുറത്ത് ഗാറു സൗറിൽ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഏറ്റവും സന്തത സഹചാരിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തലവച്ചു കിടക്കുകയാണ്. ഇതിനേക്കാൾ സുരക്ഷിതത്വത്തിന്റെ ഉറക്കം പ്രവാചകന് വേറെയില്ല. തന്റെ കൂട്ടുകാരന്റെ മടിയിൽ തലവച്ചിട്ട് കിടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പെരുവിരൽ കൊണ്ടാണ്, അബൂബക്കർ തങ്ങള് തന്റെ പെരുവിരൽ കൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദ്വാരമടച്ചു വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി തലപുറത്തേക്കിട്ട സർപ്പമതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ വിഷമതാ ചീറ്റുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ അതിന്റെ വേദന ഇങ്ങനെ ശരീരത്തിലേക്ക് കടന്നു വരികയാണ്. അബൂബക്കറിന്റെ മടിയിൽ കിടക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, ലോകത്തിന്റെ മഹോന്നതനായ സൃഷ്ടിയാണ്. എന്റെ മടിയിൽ തലവച്ച് കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ഉണർത്തുകയോ, തന്റെ ശരീരത്തില് തന്റെ രക്തത്തിലൂടെ സർപ്പത്തിന്റെ വിഷം ഇങ്ങനെ കേറുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ അണപ്പല്ലുകൊണ്ട് വേദന കടിച്ചു പിടിച്ചു. അപ്പാ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചില്ല. സുഖമായിട്ട് പ്രവാചകൻ തങ്ങൾ അബൂബക്കറിന്റെ മടിയിൽ കിടക്കുകയാ. അല്ലാഹുവേ അല്ലാഹുവേ, ശരീരത്തിലൂടെ വിഷമിങ്ങനെ കേറി അബൂബക്കറിന് സഹിക്കാൻ കഴിയണില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കം കളയാനും കഴിയില്ല. അബൂബക്കറിന്റെ കണ്ടടങ്ങളിലൂടെ കണ്ണുനീര് വെളിയിലേക്ക് നിറകളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മുഖത്തേക്ക് അബൂബക്കറിന്റെ കണ്ണുനീര് വീഴുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അബൂബക്കറേ അബൂബക്കറേ, എന്തു പറ്റി അബൂബക്കറേ? അബൂബക്കർ പറഞ്ഞു, നബിയേ, എന്റെ ശരീരത്തില് ഒരു സർപ്പത്തിന്റെ വിഷം കയറി നബിയേ. പ്രവാചക പ്രണയമാണ്, പ്രവാചക പ്രണയമാണ്. തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലിടം പിടിച്ച തന്റെ പ്രണയദാതാവിന് വേണ്ടി ജീവിതത്തിന്റെ സർവ്വതും ത്യജിക്കാൻ തയ്യാറായ, തന്റെ പ്രേമഭാജനത്തിനു വേണ്ടി 1000 പ്രാവശ്യം സർപ്പത്തിന്റെ ധ്വംസനമേക്കാനും തന്റെ ശരീരം പാകപ്പെടുത്തിയെടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലതാ തന്റെ ഉമനീര് പുരട്ടിയിട്ട് ശരീരത്തു നിന്ന് വിഷം പുറത്തേക്ക് ഇറക്കുമ്പോ പ്രവാചകനെ ആക്രമിക്കാൻ കടന്നു
വന്ന ആളുകള് അതാ ശത്രുവിന്റെ കുതിരയുടെ കുളമ്പടി നാദങ്ങൾ കേൾക്കുമ്പോ അബൂബക്കർ പറഞ്ഞു, നബിയേ പിടിക്കപ്പെട്ടല്ലോ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനാ രക്ഷപ്പെടുന്നത്? അബൂബക്കറിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്തിനാണ് അബൂബക്കറെ പ്രയാസപ്പെടുന്നത്? നബിയെ, അബൂബക്കറിന് പ്രയാസമല്ല. അബൂബക്കർ മരിച്ചോട്ടെ, അബൂബക്കറിനെ അവർ കൊന്നുകളഞ്ഞോട്ടെ, പക്ഷേ അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഈ അബൂബക്കർ ജീവിച്ചിരിക്കുന്ന സമയത്തു സമ്മതിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിന്റെ തോളിലാണ് റിസാലത്തിന്റെ കൈവച്ചിട്ട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാ പേടിക്കുന്നത്? അല്ലാഹു നമ്മളോടൊപ്പമില്ലേ അബൂബക്കറെ? പ്രവാചകന് പരിചയമാണ് അബൂബക്കർ. പ്രവാചകന് അബൂബക്കർ ആശ്വാസമാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് കടന്നു പോകുന്ന രംഗം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഖൈമയുണ്ടാക്കി, കൂടാരമുണ്ടാക്കിയിട്ട് അബൂബക്കർ തങ്ങളെ പറഞ്ഞതെന്താ നബിയേ, ഹബീബായ നബിയേ, യുദ്ധത്തിലേക്ക് ഞങ്ങൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഞങ്ങളെങ്ങാനും പരാജയത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം വന്നാ അങ്ങയുടെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അങ്ങ് തിരിച്ചു മദീനയിലേക്ക് പോണം യാ റസൂലല്ലാഹ്. ഞങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല നബിയേ, ഞങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല നബിയേ, അങ്ങ് മദീനക്ക് വേണം യാ റസൂലല്ലാഹ്. പ്രവാചകനെ ഇത്ര പ്രണയിച്ച, പ്രവാചകനെ ഇത്ര പ്രേമിച്ച, പ്രവാചകനെ ഇത്രത്തോളം ജീവിതത്തോട് ചേർത്ത് വെച്ച ഒരു സഹാബിയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിനോട് വെറുതെ ഒന്ന് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം ഏതാണ് അബൂബക്കറെ? അബൂബക്കർ മടിക്കാതെ മറുപടി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖം നോക്കിയിരിക്കാനാണ്, അങ്ങയുടെ മുഖം നോക്കിയിരിക്കാനാണ് അബൂബക്കറിന് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറ്റൊന്നുമല്ല നബിയെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖം നോക്കിയിരിക്കാനാണ്. അവിടെയാണ് പ്രവാചക പ്രണയത്തിന്റെ, അനുരാഗത്തിന്റെ ആ ഒരു മാസ്മരീകത എത്രത്തോളം പ്രവാചക അനുരാഗികളുടെ സ്വഹാബത്തിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരു യുദ്ധവേളയിൽ സ്വഹാബത്തിൽപ്പെട്ട ഒരാളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, നിന്നെ തൂക്കാനേറ്റുന്ന ഈ തൂക്കുമരത്തിന്റെ താഴെ നിന്റെ പ്രവാചകൻ ഇരിക്കുന്നുവെന്ന് നീ കരുതി, നീ നിന്റെ വീട്ടിൽ സ്വസ്ഥനായിരിക്കുന്നുവെന്ന് മാത്രം കരുതിയാൽ ഇവിടെ നിന്ന് നിന്നെ മോചിപ്പിക്കാമെന്ന് അബൂ സുഫിയാൻ പറയുമ്പോ ആ സഹാബി പറഞ്ഞത് ഇല്ല എന്ന മറുപടിക്ക് അബൂ സുഫിയാൻ പറഞ്ഞു പോയത്രേ, വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് സത്യം, മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തൊരു നേതാവിനെയും ഒരാളും സ്നേഹിക്കുന്നില്ലത്രേ. അതാണ് പ്രവാചകൻ. പ്രണയത്തിന്റെ ആർദ്രത അറിയണമെങ്കിൽ ലൈല മജ്നൂന്റെ കഥയല്ല നിങ്ങൾ വായിക്കേണ്ടത്, സീരിയലുകളും സിനിമകളിലെയും റിയാലിറ്റി ഷോകളിലെയും ഒക്കെയും നാടകങ്ങളും അഭിനയങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതാണ് പ്രണയമെന്ന് നിങ്ങൾ തിരിച്ചു പോയെങ്കിൽ, നിങ്ങൾ ധരിച്ചു പോയെങ്കിൽ ഏറ്റവും വലിയ പ്രണയം അതെന്റെ ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിന്റെ സ്വഹാബത്ത് കാണിച്ചതാണ് പ്രണയമെന്ന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൈമിഷിക ലോകത്തിന്റെ പ്രണയമായിരുന്നില്ല അവർക്ക്. നൈമിഷിക ലോകത്തില് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തിനാണ്? നൈമിഷിക ലോകത്ത് നമ്മള് പലരെയും ഇഷ്ടപ്പെടും എന്തിനാണ്? ഒന്നെങ്കിൽ സാമ്പത്തികം വേണം അല്ലേ, ഒന്നെങ്കിൽ എന്റെ കാര്യം നടക്കണം അല്ലേ, പാലം നടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന്
പഴമക്കാർ പറയുന്ന വാമൊഴി പോലെ കാര്യം നടക്കുന്നത് വരെയാണ് നമ്മുടെ പ്രണയം. കാര്യം കഴിഞ്ഞാൽ നമ്മുടെ പ്രണയം കഴിഞ്ഞു അല്ലേ? ഇഷ്ടപ്പെട്ടതിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുമെന്നൊക്കെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാളുകളിൽ സ്റ്റോറി ഇടും. അതേ നമുക്ക് കഴിയൂ. പക്ഷേ നമ്മളുടെ പ്രണയം നൈമിഷിക സുഖങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പ്രണയങ്ങൾ അവസാനിക്കുന്ന പ്രണയമാണ്. സ്വഹാബത്തിന്റെ പ്രണയം അങ്ങനെയല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കയറിയിട്ട് പ്രവാചകൻ വാതിലടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ നെഞ്ചിലെ തീയാൻ. എന്തെന്നറിയോ? ഒരല്പസമയം അള്ളാഹുവിന്റെ റസൂലിനെ കാണാതിരിക്കാൻ സ്വഹാബത്തിനാവൂല. പാതിരാത്രി സമയത്ത് ഒരല്പസമയം അള്ളാഹുവിന്റെ റസൂലിനെ കാണാതിരിക്കാൻ സഹാബത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് സഹാബി വന്ന് ചോദിച്ചത്, നബിയെ, അങ്ങ് സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളുടെ ഒരു കാല് വെക്കാനുള്ള ഇടയെങ്കിലും ഞങ്ങൾക്ക് തരുമോ നബിയെ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചുകൊണ്ടേയിരുന്നത്. അവിടെയാണ് നമ്മൾ പ്രവാചകനെ അറിയേണ്ടത്. അങ്ങനെയാണ് ഹബീബിനെ നമ്മൾ അറിയേണ്ടത്. അള്ളാഹുവിന്റെ റസൂലുമായിട്ട് ആ ഒരു ആത്മബന്ധം വിടാൻ സഹാബത്ത് തയ്യാറല്ല. സമ്പത്ത് വേണോ? തരാൻ നബിയെ. ജീവൻ വേണോ? ഞങ്ങൾ തരാൻ നബിയെ. സർവ്വതും ഞങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പ്രഖ്യാപിച്ചത് അവിടെയാണ്. ഹബീബിനെ ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. നൈമിഷികമായ സുഖരസങ്ങളുടെ പിന്നാൽ പുറമ്പുകളിലൂടെ കടന്നു പോകുമ്പോ പരിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള ബില്ലുകളടക്കം പാസാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില് വഖഫ് സ്വത്തിന്റെ അടക്കം, പൗരത്വമടക്കം, NRC അടക്കം, NPR അടക്കം ഈ മുസ്ലിം സമുദായത്തിന്റെ മേല് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പലവിധത്തിലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തില് സഹോദരങ്ങളെ എത്ര പേരാണ് പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് പോയത്? മുസ്ലിമാണെന്ന് പറയാൻ, മുസ്ലിമാണെന്ന് പറഞ്ഞു ജീവിച്ചാല്, തൊപ്പി വെച്ചാല്, താടി വെച്ചാല്, തലപ്പാവ് ധരിച്ചാല് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി കളയുമെന്ന് പലപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളില് ഭീതി വന്നിട്ട് ഇനി എന്റെ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ജയിലുകളിലേക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വന്നാലോ? ആരടി മണ്ണിന്റെ ഉള്ളിലല്ലേ നമുക്ക് നിർഭയത്വം വേണ്ടത്? ഈ ദുനിയാവിന്റെ പുറംചട്ടയുടെ മുമ്പിലല്ലല്ലോ സഹോദരങ്ങളെ. പരിശുദ്ധ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്നവര്, ഫാസിസത്തോടൊപ്പം ചേർന്ന് നിന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്നവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി എന്ന് പറഞ്ഞു ജീവിക്കുന്നതിലും നല്ലത് ഫാസിസത്തോട് ചേർന്ന് നിൽക്കലാണെന്ന് കരുതിയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പുറങ്കാല് കൊണ്ട് വലിച്ചെറിയുന്നവരോട് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവൻ കൊടുത്തവരാ സഹാബത്ത്. ഈ പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കാൻ വേണ്ടി എത്രയെത്ര സഹാബത്താണ് ജീവിതം കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ട സഹാബത്ത് തൂക്കുമരത്തിലേറിയത് പോലും അള്ളാഹുവിന്റെ റസൂലിനെ പ്രണയിച്ചത് കൊണ്ടാണ്, പരിശുദ്ധ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ അതാ കടന്നു വരുന്ന വഴിയിൽ വെച്ചിട്ട് മഹാനായ സഹാബിയെ അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ ശത്രുക്കൾ വലിയ പീഡനങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സമയമാണ്. അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുന്ന സമയത്ത് ഞാന് എന്റെ വിഷയത്തിന്റെ ഒരു വലിയൊരു മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന പരിശുദ്ധ ദീന് വിശ്വസിച്ചതിന്റെ പേരില് നമുക്ക് ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയേണ്ടി വന്നേക്കാം പെങ്ങളെ. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടതിന്റെ പേരില്, മുസ്ലിമായി ജീവിച്ചതിന്റെ പേരില് ഈ ദുനിയാവിന്റെ പുറംചട്ടയുടെ മുമ്പിൽ ജീവിക്കുമ്പോ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ ഈ ഉമ്മത്തിന് നേരിടേണ്ടി വരാം. മുസ്ലിമായതിന്റെ പേരിലാണ് ഗുജറാത്തിലടക്കമുള്ള, വടക്കേ ഇന്ത്യയിലടക്കമുള്ള എത്രയെത്ര പ്രദേശങ്ങളിലാണ് തൊപ്പി വെച്ചവരെ, താടി വെച്ചവരെ, തലപ്പാവ് ധരിച്ചവരെ മതം നോക്കിയിട്ട് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തില് മുസ്ലിം സമുദായത്തിന്റെ എത്രയെത്ര മക്കളെയാണ് കിരാതമായി കൊന്നുകളഞ്ഞ വാർത്തകൾ നമ്മൾ കാണുന്നത്. പേടിച്ചരണ്ടു പോയൊരു സമൂഹത്തോട്, രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നൊരു സമൂഹത്തോട് ഞാൻ പറഞ്ഞു തരട്ടെ, സയ്യിദുനാ
അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ബത്ഹായിലൂടെ കടന്നു വരുമ്പോ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് അമ്മാർ ഇബ്നു യാസിറിനെ ശത്രുക്കളെ ശരീരം മുറിച്ചിട്ട് വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു തആല അൻഹയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് അമ്മാർ ഇബ്നു യാസിർ ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ശരീരം മുറിക്കപ്പെട്ട അവസ്ഥയില് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് കരയുകയാണ് അമ്മാർ ഇബ്നു യാസിർ തങ്ങള്. യാ റസൂലല്ലാഹ്, ഈ നാട്ടിൽ ഒരു അക്രമം ഉണ്ടാക്കിയതിനല്ല നബിയേ, ഈ നാട്ടില് ഒരു പ്രയാസമുണ്ടാക്കിയതിനല്ല നബിയേ, കളവ് നടത്തിയതിനല്ല നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് കൊണ്ടുവന്ന ഏകത്വത്തെ അംഗീകരിച്ചതിന്റെ പേരിലാ നബിയേ, അങ്ങയെ വിശ്വസിച്ചതിന്റെ പേരിലാ നബിയേ. അമ്മാർ ഇബ്നു യാസിറിന്റെ ശരീരം മുറിച്ചിട്ട് ശത്രുക്കൾ പ്രയാസപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് അമ്മാർ ഇബ്നു യാസിറിനോട് പറഞ്ഞ മറുപടിയാ വപ്പാ ഇസ്ബിറു ആല യാസിർ ഇന്ന മസീറകും ഇലൽ ജന്നാ. എന്റെ പാടലെടുക്കയിൽ എന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പെങ്ങന്മാരോട് ജീവിതത്തിന്റെ പാതയത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളില് നിങ്ങൾക്ക് മുസ്ലിമായതിന്റെ പേരില് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചതിന്റെ പേരില് ജീവിതത്തിലെ പ്രയാസങ്ങള്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാം. എന്റെ പ്രിയമുള്ള വപ്പാ, അത് കണ്ടിട്ട് മുസ്ലിമായി പോയല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ചിന്ത വേണ്ട. ഇത് ഹബീബ് കൊണ്ടുവന്ന ദീനാണ്, ഇത് അല്ലാഹുവിന്റെ മതമാണ്, ഇത് പരിശുദ്ധമായ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയണേ. അതുകൊണ്ടാണ് പ്രവാചക പ്രണയിനികള് അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്തു വെച്ചതിന്റെ പേരിൽ കഴുമരത്തിലേറേണ്ടി വന്നപ്പോഴും മരിക്കേണ്ടി വന്നാലും മതം വിട്ട് കളിയില്ല, മരിക്കേണ്ടി വന്നാലും മതം വിട്ട് കളിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടൊരു ജീവിതമില്ലെന്ന് പറയുമ്പോ എന്റെ പാടലെടുക്കയിലെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഇമാം ഉസ്താദ് വളരെയധികം താല്പര്യത്തോടെ എന്റെ നാട്ടിലില്ല കാസർഗോഡേക്ക് വന്നപ്പോഴാണ് കൊച്ചുമക്കൾ ഖുർആൻ ഓതുന്നത് കണ്ടത്. നിസ്കരിക്കാൻ കൊച്ചുമക്കൾ കടന്നു വരുന്നതെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി. എന്റെ മക്കളെ, പ്രവാചക പ്രണയം എന്ന് പറയുന്നത് കേവലം ഘോഷയാത്ര മാത്രമല്ല, മുഷ്ടി ചുരുട്ടിയിട്ട് ഖുലൂ തക്ബീർ വിളിക്കൽ മാത്രമല്ല, 5 വഖത്ത് നിസ്കരിക്കലും പ്രവാചക പ്രണയമാണ്. മാന്യമായ വസ്ത്രവിധാരണം ചെയ്യലും പെങ്ങളെ, അത് പ്രവാചക പ്രണയമാണ്. നിന്റെ ശരീരത്തിലെ പുട്ടിയടിച്ചിട്ട് മറ്റു പുരുഷന്മാരുടെ കണ്ണിന് സുഖം തരുന്ന രീതിയില് മോശമായ പാശ്ചാത്യ സംസ്കാരത്തെ നിന്റെ സംസ്കാരമാക്കി കൊണ്ടു നടക്കുന്നത് പ്രവാചക പ്രണയമല്ല. തട്ടമിടണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീന് ജീവിച്ചു കാണിച്ചു തന്നതാണ്. ആ തട്ടമിടലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രണയമെന്ന് നിങ്ങൾ പഠിക്കണേ. പ്രവാചക പ്രണയം ഇന്ന് വാക്കില് മാത്രമായി പോയി, പ്രവർത്തിയിലില്ല. അല്ലാഹുവേ, ജീവിതാവസാനം വരെ പ്രവാചക ജീവിതത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്തു വെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പെങ്ങളെ, നിങ്ങൾക്കറിയുമോ ഖുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തോട് ചേർത്തു വെച്ച സഹാബിയാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഒരു യുദ്ധരണാങ്കണത്തിൽ തന്റെ കുടുംബാദികളെ കൊന്നതിന്റെ വൈരാഗ്യം തീർക്കാൻ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കള് ഈത്തപ്പന നാരുകണ്ടുണ്ടാക്കിയ കുരിശിലതാ തറയ്ക്കുകയാണ് വപ്പാ. ഖുബൈബ് ഇബ്നു അദിയുടെ കൈകാൽ
കാലുകളില് മൂർച്ചേറിയ കുന്തങ്ങൾ കുത്തി നിർത്തുകയാണ്. ഖുബൈബ് തങ്ങള് അല്ലാഹുവേ തന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വാർന്നൊഴുകുമ്പോ ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിനോട് കുഫാറുകൾ വന്നിട്ട് ചോദിച്ചത്, ഖുബൈബേ ഖുബൈബേ, ഈ കാണുന്ന കഴുമരത്തിൽ നിന്നെ ഞങ്ങൾ ഇന്ന് തൂക്കിലേറ്റുകയാണ്, നിനക്ക് രക്ഷപ്പെടണോ ഖുബൈബേ, നിനക്ക് രക്ഷപ്പെടണോ ഖുബൈബേ? മുഹമ്മദ് കൊണ്ടുവന്ന മതത്തെ നീ നിരാകരിക്കേണ്ടതുണ്ട്, മുഹമ്മദിനെ നീ വലിച്ചെറിയേണ്ടതുണ്ട്, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പുറത്തു പോവേണ്ടുന്നതുണ്ട്. ഈ കാണുന്ന കഴുത്ത്, ഈ കാണുന്ന കയറില് നിന്റെ കഴുത്തു മുറുകുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ, ഖുബൈബേ നിന്റെ കുടുംബം, ഖുബൈബേ നിന്റെ കൂട്ടുകാര്, ഈ ദുനിയാവിന്റെ ജീവിതം നീ മറന്നു പോവണ്ട. മുഹമ്മദിന്റെ കാലില്, മുഹമ്മദിനെ ഈ കാണുന്ന കയറിന്റെ കീഴില് ഒരല്പസമയം നിൽക്കുന്നതൊന്നും കരുതിയാല് നിനക്ക് പകരം മുഹമ്മദാണ് ഞങ്ങൾ ഒരുക്കി ഈ കാണുന്ന കയറിൽ കിടന്നു പിടയുന്നതെന്ന് ഒരു സെക്കൻഡ് സമയം നിന്റെ പ്രവാചകനെ നീയൊന്ന് നിഷേധിച്ചു പറഞ്ഞാൽ, മുഹമ്മദിനെ ഒന്ന് നിരാകരിച്ചാൽ, ഖുബൈബേ ഖുബൈബേ, ദുനിയാവിന്റെ ജീവിതത്തിന്റെ സർവാനുഗ്രഹങ്ങളും നിനക്ക് തുറക്കുകയാണ്. ഇവിടെ നിന്ന് നീ മോചിതനാണ്, ഇവിടെ നിന്ന് നിനക്ക് രക്ഷയാണ്, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല. ഈ കയറിലേക്ക് മുഹമ്മദിനെയാണ് ഞങ്ങൾ കുരുക്കുന്നതെന്നൊന്ന് കരുതിയാൽ നിനക്ക് ഇവിടെ നിന്ന് മോചനമുണ്ടെന്ന് മഹാനായ ഖുബൈബ് ഇബ്നു അദീ തങ്ങളോട് ശത്രുക്കൾ പറയുമ്പോ, അഭിനവയുഗത്തിന്റെ ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ അവസരങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ പുറങ്കാല് കൊണ്ട് വലിച്ചെറിയുന്നവരോട് ഖുബൈബ് പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിമേ നിനക്ക് മാതൃകയാ. ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു ശത്രുവിനോട് പറഞ്ഞത്, 1000 തവണ നിങ്ങൾ എന്നെ ഈ കാണുന്ന കഴുത്തി, കാണുന്ന കയറില് നിങ്ങൾ എന്റെ കഴുത്ത് മുറുക്കിയാലും ശരി, എന്റെ പരിശുദ്ധ ദീനിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. എന്റെ പ്രവാചകനെ തള്ളിപ്പറയാൻ എനിക്ക് അറിയൂല, എന്റെ പ്രവാചകനെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല. ഖുബൈബ് ഇബ്നു അദീ തങ്ങളെ സുബ്ഹാനല്ലാഹ്, ശത്രുക്കളതാ ഈ തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ കയറിൽ ബന്ധിപ്പിച്ച ഖുബൈബ് ഇബ്നു അദീന്റെ കഴുത്തിലേക്ക് ശത്രു കയറ് മുറുക്കാൻ തുടങ്ങുമ്പോ ശത്രുക്കൾ ചോദിച്ചു, ഖുബൈബേ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ? ഖുബൈബ് തങ്ങൾ ഭാര്യയെ കാണണമെന്നല്ല, മക്കളെ കാണണമെന്നല്ല, എന്റെ കുടുംബത്തിലേക്ക് പോവണമെന്നല്ല പറഞ്ഞത്. ഈ ദുനിയാവിന്റെ അവസാന സമയത്ത് എനിക്ക് എന്റെ റബ്ബിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കണമെന്നാ പറഞ്ഞത്. ഖുബൈബ് തങ്ങളതാ അതാ കഴുമരത്തിന്റെ കീഴിൽ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് ശത്രുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചത്, എന്റെ റബ്ബിന്റെ മുമ്പിൽ മണിക്കൂറുകൾ നിന്ന് നിസ്കരിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ കൊതിയുണ്ട്, പക്ഷേ ഞാൻ എന്റെ നമസ്കാരം എങ്ങാനും ദീർഘിപ്പിച്ച ഖുബൈബിനും മരിക്കാനും ഭയമാണെന്ന് നിങ്ങൾ പറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്റെ നമസ്കാരം പെട്ടെന്ന് പൂർത്തിയാക്കിയതെന്ന് ഈമാനിന്റെ പ്രോജ്വല പ്രഭയെ സയ്യിദുനാ ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ ഖുബൈബ് തങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി ശത്രുവിന്റെ തൂക്കുമരത്തിന്റെ മുമ്പിലേക്ക് വിനയാന്വിതനായി കടന്നു ചെന്നു. ഖുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് ശത്രുവിന്റെ കയറ് മുറുകുന്നു. ഖുബൈബ് തങ്ങൾ ഉറക്കെ പറഞ്ഞു, വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ സ്വലാത്ത് എന്റെ ഹബീബിനെ അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു. വാപ്പാ 40 ദിവസമാണ് ഖുബൈബ് തങ്ങൾ ശത്രുവിന്റെ കയറിൽ തൂങ്ങിക്കിടന്നത്. എന്തിനാണ്?
അള്ളാന്റെ റസൂലിനെ പ്രണയിച്ചതിന്റെ പേരില് തൂക്കുമരത്തിന്റെ കീഴില് അള്ളാന്റെ റസൂല് നിൽക്കുന്നത് ഒരു സെക്കൻഡ് സമയമാണെന്ന് കരുതിയാല് തൂക്കുമരത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ ശത്രുവിന്റെ മുമ്പില് ഖുബൈബ് തന്റെ പ്രണയം തെളിയിച്ചത് തന്റെ ജീവൻ കൊടുത്തിട്ടാണ്. പെങ്ങളെ, ഖുബൈബ് തന്റെ ജീവൻ കൊടുത്തിട്ടാണ് തന്റെ പ്രണയം പൂർത്തീകരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ട സഹാബി ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു 40 ദിവസമാണ് വപ്പാ ശത്രുവിന്റെ കയറിൽ തൂങ്ങിക്കിടന്നത്. മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോട് ഹബീബായ പ്രവാചകൻ നിറകണ്ണുകളോട് ചോദിക്കുന്നുണ്ട്, സഹാബത്തെ 40 ദിവസമായിട്ട് എന്റെ ഖുബൈബ് 40 ദിവസമായിട്ട് എന്റെ ഖുബൈബ് ശത്രുക്കൾ ഒരുക്കിയ ആ തൂക്കയറിൽ കിടക്കുകയാണ്. ആരാണ് എന്റെ ഖുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? അവർക്ക് സ്വർഗം ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബൈബിനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നവർക്ക് സ്വർഗം ഞാൻ ഉറപ്പു നൽകുന്നെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ മദീനയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിൽ നിന്ന് 2 ആളുകൾ എഴുന്നേറ്റ് മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു തആല അൻഹു കൂടെ ചാടി എഴുന്നേറ്റു. സയ്യിദുനാ മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു ആളുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞത്, യാ ഹബീബല്ലാഹ്, ഞങ്ങൾ കൊണ്ടുവരാം നബിയേ ഖുബൈബിന്റെ ജനാസ. ഖുബൈബിന്റെ ജനാസക്ക് 40ഓളം വരുന്ന ശത്രുക്കൾ കാവലാണ്. സഹാബത്ത് ഖുബൈബിന്റെ ചാരത്തു ചെല്ലുമ്പോ ശത്രുക്കളെല്ലാം മയക്കത്തിലാണ്. ഖുബൈബിന്റെ ജനാസ മോചിപ്പിച്ചിട്ട് സഹാബത്തുമല്ലേ അതിർത്തി കടന്നെത്തുമ്പോ, അല്ലയോ വാപ്പാ, ശത്രുക്കളതാ ഖുബൈബിന്റെ ജനാസ കൊണ്ടുപോകുന്ന ഒട്ടകത്തിന് വിലങ്ങ് തടിയാവുകയാണ്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്തു നിന്ന് ഖുബൈബിന്റെ ജനാസ എടുത്തു മണ്ണിലേക്ക് വെച്ചു. ഭൂമി 2ആയിട്ട് പിളർന്നു. ഖുബൈബിന്റെ ജനാസ മണ്ണ് സ്വീകരിച്ചെന്ന്, ഖുബൈബിന്റെ ജനാസ ഭൂമി സ്വീകരിച്ചെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ബിഫളി സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. ഹബീബായ പ്രവാചകന്റെ റൗളയിലേക്ക് അല്ലാഹു സ്വലാത്തുകളെ എത്തിക്കട്ടെ. പ്രവാചകന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ശഫാഅത്തായിട്ട് നമ്മുടെ സ്വലാത്തുകളെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ ജീവിതത്തിന്റെ നൊമ്പരഘട്ടങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഉറപ്പിച്ചു വെക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു പ്രതിഫലമാണ്. പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈമാൻ ഉറപ്പിക്കേണ്ടത്. അങ്ങനെയാണ് സഹാബത്ത് പ്രണയിച്ച് കാണിച്ചത് നബിയെ, അള്ളാന്റെ റസൂൽ. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ, പ്രവാചകനെ കുറിച്ച് അരുതാത്തത് പറയുമ്പോ പെട്ടെന്ന് ഈ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉൾത്തടം പിടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രമേൽ നമുക്ക് ചേർന്നതാണ് പ്രവാചകൻ. ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, മക്കളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, നബിയേ, അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ, എന്റെ ശരീരത്തെക്കാൾ എന്നല്ല, എന്റെ ശരീരമൊഴിച്ച് എന്റെ നഫ്സ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനേക്കാളും അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മുഹമ്മദേ, ഉമറേ റളിയല്ലാഹു അൻഹു, നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുസ്ലിം ആവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ തിരുത്തി, നബിയെ, എന്റെ ശരീരത്തെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇപ്പോഴാണ് ഉമറേ ശരിയായതത്രേ. നമുക്ക് പ്രവാചകനും ദീനും ഒക്കെയും നമുക്കൊരു ഔട്ട്സൈഡാണ്, അല്ലേ?
ഇല്ലേ? നമുക്ക് നമ്മുടെ ബിസിനസ്, നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പരിശുദ്ധ ദീനും പ്രവാചകനും ഒക്കെയും. അങ്ങനെ ആയിപ്പോയി. ദുനിയാവിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധ ദീനിനെ വലിച്ചെറിഞ്ഞത്. പ്രണയം, മിശ്ര വിവാഹങ്ങൾ അധികരിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. 18ഉം 19ഉം വയസ്സുവരെ പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് ജീവിച്ച നമ്മുടെ പെൺമക്കൾ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുന്നതിന്റെ ഭാഗമായ പ്രണയവും കണ്ടെത്തലുകളും ഒക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ മതവേലിക്കെട്ടുകളെ പൊളിച്ചെറിഞ്ഞുകൊണ്ട് പ്രണയ വിവാഹങ്ങൾ സാക്ഷാത്കരിച്ചു വന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെയും സ്റ്റോറികളും പോസ്റ്റുകളും ഒക്കെ ചെയ്തിട്ട് സന്തോഷിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കൾക്ക് നല്ല ബോധം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല ബോധം അള്ളാഹു കൊടുക്കട്ടെ. 18ഉം 19ഉം വയസ്സുവരെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാതോർത്തിരുന്ന് വളർത്തിയ ഉമ്മ മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെതോ നാട്ടിലെ ഉസ്താദന്മാരുടെ പ്രശ്നങ്ങളും അല്ല. ആധുനികത തലക്ക് പിടിച്ചപ്പോ നമുക്ക് മതം വെറും കാട്ടിക്കൂട്ടലുകളായി മാറി. ഇല്ലേ? തട്ടമിട്ടില്ലെങ്കിലും ഞാനും മുസ്ലിമാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുടെ നാടാണ്. വിമർശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ പോകുന്ന നരകത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനു ബേജാറാകണമെന്നാണ് പറയുന്ന ആളുകളോട് പറയുന്ന മറുപടി. അല്ലേ? തട്ടമിടാത്തൊരു പെണ്ണിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ കമന്റ് ബോക്സില് മോളെ തട്ടമിടണം, അത് ഇസ്ലാം പറഞ്ഞതാണെന്ന് ചോദിക്കുമ്പോ നീ എന്തിനാണ് ഇസ്ലാം പറയാത്ത ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്റെ അടിയിൽ കമന്റ് ഇടുന്നത് എന്ന് ചോദിക്കുന്ന, ഞാൻ പോകുന്ന എന്റെ നരകത്തെയും സ്വർഗത്തെയും കുറിച്ച് ഓർത്ത് നീ എന്തിന് ബേജാറാകണമെന്ന് മുസ്ലിം സമുദായത്തിന്റെ മക്കള് പോലും അത്യധികം ഖേദകരമെന്ന് പറയട്ടെ, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മറുപടികൾ പറയുന്ന ഒരു കാലത്താണ്. അള്ളാന്റെ റസൂൽ അങ്ങനെയൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇല്ലേ? ഞാനീ പറഞ്ഞ ചോദ്യം, അള്ളാന്റെ റസൂൽ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പോകുന്നവൻ സ്വർഗത്തിൽ പോട്ടെ, അല്ലാത്തവൻ നരകത്തിൽ പോവട്ടെ എന്ന് എന്റെ ഹബീബ് ഒന്ന് വിചാരിച്ചു പോയിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു? 99 പ്രാവശ്യമാണ് ഒരു ജൂതന്റെ വീട്ടിൽ പ്രവാചകൻ പോയത്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ വിശ്വസിക്കണം. ഒരു വേള പ്രവാചകന്റെ തിരുനെഞ്ചിൽ വിരലമർത്തിയിട്ട് പ്രവാചകനെ പിറകിലേക്ക് തള്ളി. 99 പ്രാവശ്യം വീണ്ടും പ്രവാചകൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. 99ാമത്തെ പ്രാവശ്യമാണ് ആ മനുഷ്യൻ സഹികെട്ടിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ, തോന്നിയ പോലെ ജീവിച്ചിട്ട് തലമറക്കാത്തതിന്റെ പേരിൽ പറയുമ്പോ, വസ്ത്രധാരണത്തിന്റെ പേരിൽ പറയുമ്പോ ഈ ഉമ്മത്തിന്റെ മക്കൾ അതൊക്കെയും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ അതിനേക്കാൾ മോശമായി ഞാൻ ജീവിക്കുമെന്ന വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്റെ മക്കൾ, പെൺമക്കൾ ജീവിക്കുന്നത് കാണുമ്പോ വല്ലാത്ത പ്രയാസമാണ്. മദീനത്തുൻ നബവിയുടെ ചാരത്തുകൂടി കൊണ്ടുപോയ ജൂതന്റെ ജനാസയുടെ കണ്ടിട്ട് അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് കണ്ണുനീരൊലിപ്പിക്കുന്ന രംഗം കാണാം. സഹാബത്ത് പറഞ്ഞത്, അള്ളാന്റെ നബി അതൊരു ജൂതന്റെ ജനാസയല്ലേ, അങ്ങെന്തിനാണ് കരയണത്? അള്ളാന്റെ റസൂൽ അവിടെ പറഞ്ഞ മറുപടിയാണ് എന്റെ പ്രിയമുള്ള പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്. അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ അവിശ്വാസിയായി മരണപ്പെട്ടു പോയല്ലോ, അതുകൊണ്ടാണ് എന്റെ ഹൃദയം പൊട്ടിയത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പെങ്ങളെ, നിങ്ങൾ കാട്ടിക്കൂട്ടലുകൾ കാണിക്കുമ്പോ ഉലമാക്കൾ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കും അദ്ദേഹത്തിന്റെ ലൈവും ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെയും കൂടുതൽ ആളുകൾ കാണണമെന്നുള്ളത് കൊണ്ടാണ്. അല്ല, നവമാധ്യമങ്ങളെ ഏത് നിലക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കാമോ ആ രീതികളൊക്കെ ആനുകാലികമായിട്ട് അവലംബിക്കാം. പക്ഷേ അതിര് കിടക്കുന്ന സോഷ്യൽ മീഡിയയും അതുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെയും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഒന്നാണ്. ആത്മഹത്യകൾ ഇവിടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ 18ഓ 19ഓ ആത്മഹത്യകളാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത്. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ അറിയണം. ഈ ലോകത്ത് നടക്കുന്ന സംഗതികളും വികാസങ്ങളും എന്റെ വീട്ടിൽ ഞാനും എന്റെ കുടുംബവും 4 ചുമരുകൾക്കുള്ളിൽ ഞങ്ങൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. അയൽവക്കക്കാരന്റെ വിഷയങ്ങൾ എനിക്കറിയണ്ട, നാട്ടിൽ എന്ത് നടന്നാലും എനിക്കറിയണ്ട എന്ന ചിന്തയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോണത്.
നാട്ടിൽ എന്ത് നടക്കട്ടെ, എൻ്റെ വീട്ടിലില്ലല്ലോ അല്ലേ? ഗുജറാത്തിലും അമേരിക്കയിലും ഫലസ്തീനിലും ഒക്കെ അല്ലേ പ്രശ്നങ്ങൾ നടക്കുന്നത്? എൻ്റെ വീട്ടിൽ അൽഹംദുലില്ലാഹ് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞിട്ട് ആരാന്റെ വീട്ടിലെ വിശേഷം അന്വേഷിക്കാത്ത, സ്വന്തം വിശേഷം മാത്രം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കുന്ന നാം പുറം ലോകത്തേക്ക് ചിന്തിക്കണില്ല. പുറം ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയണില്ല. ഈ ലോകത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ എന്താണ് എന്ന് പലപ്പോഴും നാം അറിയണില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മുടെ നാട്ടിൽ വന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? നിങ്ങളൊക്കെ അറിഞ്ഞോ? കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതിയായിരുന്നു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കമ്മീഷൻ പൊതുജനങ്ങളുടെ ആവശ്യം എന്താണ്, അവരിൽ നിന്നുള്ള ഒരു ഒപ്പീനിയൻ സ്വീകരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. 13-ാം തീയതി രാവിലെയാണ് നമുക്ക് നേരം വെളുത്തത്. എല്ലാവരും ലൈവ് ഇടാൻ തുടങ്ങി. നിങ്ങളൊക്കെ പെട്ടെന്ന് മെയിലേക്കണം, വഖഫ് ബോർഡ് എല്ലാം കൂടെ പോവുകയാണ്. സത്യത്തിൽ വഖഫ് ബോർഡ് എന്താണെന്ന് നമുക്ക് ഇന്നും തിരിഞ്ഞിട്ടില്ല. ഉണ്ടോ? പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളെ വഖഫ് ബോർഡിന്റെ അമരത്തിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലേ? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാരണവന്മാര്, നമ്മുടെ ഉമ്മക്കും നമ്മുടെ വാപ്പക്കും ഒക്കെ അവര് ജീവിച്ചിരുന്ന കാലത്ത് ഖബറിൽ കിടക്കുന്ന സമയത്ത് സമാധാനത്തിൽ കിടക്കാൻ അവര് പരിശുദ്ധ മസ്ജിദുകൾ നിർമ്മിച്ചു കൊടുത്തു, സ്ഥലങ്ങൾ കൊടുത്തു, ജാഗകളൊക്കെ കൊടുത്തു. അതൊക്കെ അവര് കൊടുത്തത് എന്തിനെന്നറിയാം? വഖഫ് ഭൂമികളാക്കി കൊടുത്തു. 6 അടി മണ്ണിന്റെ ചാരത്ത് പാടലെടുക്ക ഖദർ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിന്റെ ചാരത്ത് അന്തി ഉറങ്ങുമ്പോ ഞാൻ കൊടുത്ത സ്ഥലത്ത് മദ്രസ കെട്ടിയപ്പോ ഞാന് 6 അടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഈ പാടലെടുക്ക ഇമായ ജുമാ മസ്ജിദിന്റെ ഉള്ളിൽ നിസ്കാരം നടക്കുമ്പോ ഇല്ലേ, അവിടെ ഞാൻ കൊടുത്ത മദ്രസ കെട്ടിടത്തിൽ മക്കൾ അലിഫും ബാഉം താഉം പഠിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുമ്പോ സമാധാനത്തിൽ ഖബറിൽ കിടക്കാൻ വേണ്ടിയാണ് നമ്മുടെ വാപ്പമാര് വഖഫ് സ്വത്തുകൾ കൊടുത്തിട്ട് പോയത്. പക്ഷേ അതൊക്കെ ഇന്ന് സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ പൊതു ബാധ്യതയാണ് വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ 3 വഖഫ് സ്വത്തുക്കളിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ 3 ഭൂസ്വത്തുക്കളിൽ ഏറ്റവും 3ാമത് നിൽക്കുന്നതാണ് വഖഫ്. നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഒരു വിഷയം വിവാദമാകുമ്പോഴാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഒരു വിഷയം വിവാദമാകുമ്പോഴാണ് ആ വിഷയത്തെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വിവാദങ്ങൾ വരുമ്പോഴാണ് പല വിഷയങ്ങളും നാം പഠിക്കുന്നത് അല്ലേ? പ്രവാചകനെ കുറിച്ച് ഇത്രത്തോളമൊക്കെ അവഖ്യാതികളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് തീരുമാനിക്കണം, എന്തുകൊണ്ടാണ് ഈ പ്രവാചകനെ ഇത്രത്തോളം വിമർശിക്കുന്നത്? നമുക്കൊന്ന് പഠിക്കണമല്ലോ. അങ്ങനല്ലേ പഠിക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വത്തുക്കളിൽ 3ാമത് നിൽക്കുന്ന ഏറ്റവും ടോപ്പാണ്. 1ാമത്തത് രാജ്യത്തിന്റെ സൈന്യമാണ്, 2ാമത്തത് രാജ്യത്തിന്റെ റെയിൽവേ ആണ്, 3ാമത്തെ സ്വത്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 3ാമത്തെ സ്വത്താണ് വഖഫ് സ്വത്ത് എന്ന് പറയപ്പെടുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ വഖഫിന്റെ സ്വത്തുക്കൾ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സമ്പന്നന്മാര് അവരുടെ കൊട്ടാര സമാനമായ വീടുകളൊക്കെ കെട്ടിപ്പടുക്കുന്നത് വഖഫ് സ്വത്തുക്കളിലാണ്. നമ്മുടെ കാരണവന്മാര് പരലോകമോക്ഷത്തിന് വേണ്ടി ഇട്ടേച്ചു പോയതൊക്കെയും അന്യം തിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, 13-ാം തീയതിയാണ് എല്ലാവർക്കും നേരം വെളുത്തത് ഇമെയിൽ അയക്കാൻ വേണ്ടി. മുമ്പേ നമ്മളൊന്നും പഠിക്കുന്നില്ല. പൗരത്വത്തിന്റെ വിഷയം പറഞ്ഞു, NPR വന്നു, അതുപോലെയുള്ള വിഷയങ്ങൾ പലതും വന്നു. അന്നൊന്നും നമ്മൾ കണ്ണു തുറക്കൂല. നമ്മളെല്ലാം കഴിയുന്ന സമയത്താണ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന ഞാൻ എന്നൊരവസ്ഥയിലൂടെ നാം കടന്നുപോയി. മുസ്ലിം ഉമ്മത്ത് കൃത്യമായ ബോധമുള്ളവരായി മാറണം. ജീവിതത്തിന്റെ ലോകത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. പത്രവും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും ഒക്കെ കാണണം. ഫലസ്തീനിന്റെ ഗസയുടെ മണ്ണില് പാവപ്പെട്ട സമുദായം വളരെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയപ്പെടുന്നത് അവരുടെ മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളുടെ ആരാധന കേന്ദ്രങ്ങളിൽപ്പെട്ട പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. അത് നമ്മുടേത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഈ ലോകം അവസാനിക്കുകയില്ല. ലാ തഖൂമുസ് സാഅ, ലോകം അവസാനിക്കുകയില്ല. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ
മുസ്ലിം സമുദായത്തിന്റെ കയ്യിലെത്തുന്നത് വരെ ലോകം അവസാനിക്കുകയില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരങ്ങളുടെ കബന്ധങ്ങൾ ഷഹാദത്ത് വരിച്ചാലും ശരീരങ്ങൾ ഷഹാദത്ത് വരിച്ചാലും ഇനി നൂറുകണക്കിന് വരുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വാഹകരായ ആളുകളെ കൊന്നൊടുക്കിയാലും ശരി, അതൊക്കെയും അവരുടെ ദൗത്യം പൂർത്തീകരിച്ചു പോയവരാണ് അവര്. അതിന്റെ പിന്നാലെ നേതൃത്വം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഫലസ്തീനിന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ. ഫലസ്തീനിന്റെ മക്കൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. എത്രയും വേഗം പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ നിർഭയത്വത്തോടുകൂടി ഇബാദത്തെടുക്കാനുള്ള അവസ്ഥ അല്ലാഹു സംജാതമാക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരട്ടെ. മുസ്ലിമും ഹൈന്ദവനും എല്ലാവരും തോളോട് തോളൊരുമി ജീവിക്കുന്ന, പണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മതേതരത്വത്തിന്റെ ഇന്ത്യയെ അല്ലാഹു നമുക്ക് തിരിച്ചു തരട്ടെ. നമ്മളോട് കരുണയുള്ള ഭരണാധികാരികളെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.